ഇന്ന് പിക്ക് എ പൈൽ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എത്രത്തോളം ജെനുവിൻ ആണെന്ന് നോക്കാൻ പോവാണ്. 3 കാർഡ് വെച്ചിട്ട് ഞാൻ എടുക്കുള്ളൂ കേട്ടോ. പൈൽ നമ്പർ 1, 2, 3 ഓൾറെഡി ഷഫിൾഡ് കാർഡ്സ് ആണേ. പൈൽ നമ്പർ 1 ആർക്ക്, പൈൽ നമ്പർ 2, പൈൽ നമ്പർ 3. ഓക്കെ, പൈൽ നമ്പർ 1കാരുടെ പേഴ്സൺ കരിയറിൽ അവർ നിങ്ങളെ പ്രതി വളരെ പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തീർച്ചയായും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ പറയുക, സന്തോഷമാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. ഓക്കെ, പക്ഷേ അവരുടെ കരിയറിൽ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട്, പ്രൊമോഷന് വേണ്ടിയിട്ട്, സേവിങ്സിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആ സിറ്റുവേഷൻ മാറി വരണം. ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്ട്രഗിളിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വെയിറ്റിംഗ് പീരീഡാണ്. നിങ്ങളോടുള്ള ജെനുവിനിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ജെനുവിൻ ആണ്. ഓക്കെ, പക്ഷേ നിങ്ങളെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തുന്നതായിട്ട് കാണുന്നു. കാരണം അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പൈൽ നമ്പർ 1 കേട്ടോ. പൈൽ നമ്പർ 2 നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. ഇവർ നിങ്ങളുടെ ഏറ്റവും പഴയൊരു സുഹൃത്തായിരിക്കാം. നിങ്ങൾ കോളേജ് സ്കൂൾ ടൈമിലൊക്കെ മുതൽ അറിയുന്ന വ്യക്തികളായിരിക്കണം. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, വീണ്ടും ഒരു റീയൂണിയൻ വഴി നിങ്ങൾ കണ്ടുമുട്ടിയതോ എല്ലാം ആയിരിക്കാം. അവരവരുടെ സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം മേ ബി ലോങ് ടേം ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ തമ്മിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഒരുപക്ഷെ ഒരു കുടുംബമൊക്കെ രണ്ടുപേർക്കും തന്നെ ആയി കാണണം. അതുകൊണ്ട് തന്നെ അവരവരുടെ സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മൂൺ വെച്ചിട്ട് പറയാത്തത് കൊണ്ട് വല്ലാത്ത വിഷമം അവർ അനുഭവിക്കുന്നുണ്ട്. ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് അവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരത് തുറന്ന് പറയണ്ട എന്ന് തന്നെ തീരുമാനിക്കുന്നതാണ്. അവർ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് ചെറിഷ് ചെയ്യുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടെ. തുറന്ന് പറഞ്ഞു കാണില്ല. ഓക്കെ, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഒരു നല്ല സുഹൃത്ത് ബന്ധം എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ്. നിങ്ങളോടുള്ള ഫീലിങ്സിൽ ജെനുവിനിറ്റി എന്ന് പറഞ്ഞാൽ ആ സൗഹൃദം അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകാനും സൗഹൃദത്തിൽ അവർ ജെനുവിൻ തന്നെയാണ് കേട്ടോ. നിങ്ങളെ രണ്ടുപേരുടെയും ഫാമിലീസ് ഡിസ്ട്രക്ട് ചെയ്യേണ്ടെന്നാണ് അവർ ചിന്തിക്കുന്നത്. പൈൽ നമ്പർ 3കാർക്ക് ഇവർ നിങ്ങളുമായിട്ട് ഇൻ കോൺടാക്റ്റ് തന്നെയാണ്. ഇവരും റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നവരാണ് കേട്ടോ. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഉള്ള വ്യക്തികളാണ് പൈൽ നമ്പർ 3കാരും. ഇവർ നിങ്ങളുമായിട്ട് ഇൻ കോൺടാക്റ്റ് ആണ്. ഓക്കെ, ഓൺ ആൻഡ് ഓഫ് കോൺടാക്റ്റ് എന്ന് ഞാൻ പറയും. കാരണം റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പരിപാടി ഇവർ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് നിങ്ങൾക്ക് സംശയം തോന്നും, ഇത് സത്യത്തിൽ സ്നേഹമാണോ അല്ലയോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന പോലെ കാണിക്കാറുണ്ട്. പക്ഷേ പെട്ടെന്ന് ചില സമയം നിങ്ങളത് ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന അവിടെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരും. ഓക്കെ, ഇവിടുത്തെ അവർക്ക് അവരുടെ ഫീലിങ്സിനെ പറ്റി തന്നെ ഉറപ്പില്ല എന്നുള്ളതാണ്. ഇവിടെ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചാൽ ജെനുവിനിറ്റി ഉണ്ടെങ്കിലും അവർക്ക് ഉറപ്പില്ല. നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിക്കുമോ എന്ന് അവർ ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, ജെനുവിൻ ആയാലും അങ്ങനെ ഒരു അനിശ്ചിതത്വം വരുന്ന അവിടെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്.